അസ്സലാമലൈക്കും. ഈ ലോറി നിറച്ചും കാണുന്നതേ ഇന്ന് പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂടെ കഴിയുന്ന വിശേഷങ്ങൾ കാണാൻ കണ്ടു. അല്ല സുനിലുണ്ണി, എന്താ വിശേഷം? എന്താ പരിപാടി? പൊതിച്ചോറിലാണ്. പൊതിച്ചോറിലോ? ശരി. ഇതെങ്ങോട്ടുള്ള? മഞ്ചേരി മെഡിക്കൽ കോളേജ്. മഞ്ചേരി മെഡിക്കൽ കോളേജ്. മഞ്ചേരി മെഡിക്കൽ കോളേജോ? ഇത് എത്ര പൊതിച്ചോറുണ്ടാ? നമ്മള് ഇന്ന് 1300 പൊതിയുണ്ട്. 1300 പൊതിയോ? പകുതിയിലധികം പൊതി നമ്മളെ ഏരിയ, പകുതിയിലധികം പൊതി നമ്മളെ ഏരിയ പറഞ്ഞത്. നമ്മളെ പിന്നെ മാത്തഞ്ചേരി, കടുക്കുന്നി, ചെള്ളിവളപ്പ്, നമ്മളെ പൂളവളപ്പ്, അതേപോലെ ചേരാംകുളത്തുനിന്ന് അവിടെ നിന്ന് വള്ളച്ചാൽ, അങ്ങനെ നമ്മളെ മൊത്തം ഏരിയ എല്ലായിടത്തുണ്ട്. പിന്നെ അപ്പുറത്തുണ്ട് കിളിനക്കോടുണ്ട്. എത്ര പൊതിന്റെ? 1300 പൊതിയാണ് മൊത്തം. ഇത് 1300 ഇല്ല, ഇത് അതിന്റെ പകുതിയേ ഉള്ളൂ. ഒരു 500 അടുത്ത് വരും. നമ്മളെ ഈ അച്ഛനമ്പല ഏരിയ, അച്ഛനമ്പല മൊത്തം ഏരിയ. മാത്തഞ്ചേരി നമ്മളെ പഞ്ചായത്തിന്റെ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞാൽ നമ്മളെ DFIന്റെ പൊതിച്ചോർ പദ്ധതി എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടല്ലോ, വീട്ടിൽ നിന്നുള്ളതാണോ അതോ മൊത്തത്തിൽ നിങ്ങൾ കൊടുത്തതോ? ഓരോ വീട്ടിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പം പല ടേസ്റ്റ് കയറാം. വ്യത്യസ്തമായ കിട്ടുന്നതനുസരിച്ച് ഇതിലുണ്ട്. മറ്റേ കാബേജ് ഉപ്പേരി ഉണ്ടാവും, ബീട്രൂട്ട് ഉണ്ടാവും, ബിരിയാണി ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, വെണ്ടക്ക ഉണ്ടാവും, പലവിധ പച്ചക്കറികൾ ഉണ്ടാവും. അതേപോലെ നമ്മുടെ വീട്ടില് ഒരു ദിവസം വെക്കുന്ന ചോറില്ല, സാധാ ചോറ്, അതിന് 2-2.5 കോരി. അതേപോലെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന എന്താണ് ഉപ്പേരി, അപ്പം ആ 2 നിങ്ങളിങ്ങനെ പൊതി വിതരണം ചെയ്യും. കിട്ടുന്നവർക്ക് ബിരിയാണി കിട്ടും, നെയ്ച്ചോറ് കിട്ടും, എല്ലാം കിട്ടും. ഇതിലെല്ലാം നിങ്ങൾക്ക് ആർക്കും അറിയാം എന്തൊക്കെയാണെന്നുള്ളത്? ഒരിക്കലും അറിയില്ലല്ലോ. കണ്ണി ചെമ്പി കൊടുക്കും. അതെ, ഇതില് എന്ത് ഭക്ഷണമാണ് കിട്ടുക എന്നുള്ളതല്ല, ആ നേരത്തെ ആ ഹോസ്പിറ്റലിലുള്ള ആളുകളെ അവസ്ഥ നമുക്കറിയാലോ. ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും ആ നേരത്തെ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലും കിട്ടുക എന്നുള്ള അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ കോളേജിലൊക്കെ. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യമത്തിന് ഇട്ട പേര് സ്നേഹപൂർവ്വം എന്നാണ്. ഹൃദയപൂർവ്വം എന്നുള്ള ഒരു പേര് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തതെന്നുള്ളതാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടുള്ള വിഷയം. എങ്ങനെ ഇതില് നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോ ചിലപ്പോ സാഹചര്യം കൊണ്ട് പറ്റുന്നവർ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ പറയുമ്പോ നമ്മൾ 2 പൊതി പറയുമ്പോ അവരൊരു 5 പൊതി വേണ്ട 10 പൊതി ഞങ്ങൾ തരാറട്ടെ. നമ്മളെ പരിസരത്ത് നമ്മളെ മലപ്പുറം ലൊക്കാലിറ്റിന്റെ ഒരു ഇതാണല്ലോ. അതായത് ആർക്കെങ്കിലും ഒരു ചായറ്റി കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നീ ഒരു 10-50 പൊതിന്റെ അടുത്തോളം ഇനി വരാണ്ട്. എത്ര മൊത്തം പൊതി? 1300 പൊതി മൊത്തത്തിൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരു ദിവസം എത്ര പൊതി പോകും ഏകദേശം? നിങ്ങൾ പോയേക്കാണ് അതിന് മുമ്പ്? 1300-1400 പൊതി തന്നെ ഡെയിലി. അവിടെ ഡെയിലി 1300 ഞായറാഴ്ചകളിൽ 900 പൊതിയാണ് ഉണ്ടാവുക. ഞായറാഴ്ച 900 പൊതി, ആള് കുറയും. മറ്റേത് 1300 ഉണ്ടാവും. ഡെയിലി 1300 ഉണ്ടാവും. ഓരോ ദിവസം ഓരോ പഞ്ചായത്ത്, അതായത് മേഖലാ കമ്മിറ്റിയൊക്കെ ചുമതല. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു 4 മാസത്തെ ഗ്യാപ്പിൽ അടുത്ത ചോറ് കൊടുക്കും. അതന്നെ ഇപ്പൊ തന്നെ ഒരുപാട് പരാതികളോ നമ്മളത് ചോറ് കൊണ്ടുവരുന്ന നിർദ്ദേശം കൊടുക്കില്ല. അത് നിങ്ങളാണെന്നുള്ളത് നേരത്തെ നമുക്ക് ഷെഡ്യൂൾ ഉണ്ട്. ഒരു 6 മാസത്തെ, 1 വർഷത്തെ ഓൾറെഡി ഷെഡ്യൂൾ ഇട്ടുണ്ടാവും. 4 മാസം ആയില്ല പരാതി കേട്ടാ, അല്ല ചോറിന്റെ പരാതിയല്ല. അതായത് അടുത്ത് കൊടുക്കാനായോ ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല, ഇനി എന്താ വാങ്ങാത്ത അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരും സ്ഥിതിഗതികൾ. ഇന്നത്തെ എൻ്റെ നാട്ടിലെ പഞ്ചായത്ത്, കണമ്പ് പഞ്ചായത്തിലെ, അത് അച്ഛനമ്പലം, വളപ്പ്, മാത്തഞ്ചേരി, പടപ്പറമ്പ്, ചേറൂർ ഭാഗത്തുള്ള ഇന്നത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള സ്നേഹപൂർവ്വമുള്ള വിരുന്നിട്ടോ, സ്നേഹവിരുന്ന്. ഇത് ഈ ഏരിയയിലുള്ള ഓരോ വീട്ടിലെ ഉമ്മമാരുടെ കൈപ്പുണ്യാട്ടെന്ന്. അതിലൊരുപാട് ഐറ്റംസ് ചോറുകൾ ഉണ്ടാവും. ഇന്നത് ആർക്കാന്നുള്ള ഇതിലൊന്നും ആർക്കും അറിയില്ല. വരുന്നവർ കിട്ടുന്നവർക്ക് ആർക്കാണെങ്കിലും ഉള്ളത് വയറ് നിറച്ച് കഴിക്കാം. അല്ല സുനിലേ? അച്ഛനമ്പലം അതെ കണമ്പലം പഞ്ചായത്തിലെ അച്ഛനമ്പലം DFIന്റെ അല്ല? അതേതാ പഞ്ചായത്ത്?
കിളക്കോടില്ല കളമ പഞ്ചായത്ത് കിളക്കോട്. എത്ര വാർഡ് അങ്ങനെ വാർഡുണ്ടോ? അവിടുത്തെ യൂണിറ്റ് DFI യൂണിറ്റ് ചെറൂര് കിളക്കോട്. ഇത് അച്ഛനമ്പലം യൂണിറ്റ് DFI അല്ല. ഓക്കെ, നോക്കാം. അങ്ങനെ ഓരോ വീട്ടിലെ ഉമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കിയ ചോറായിട്ട് ഇതാ മെഡിക്കൽ കോളേജിലേക്ക് ലക്ഷ്യം വെച്ച് പോവാൻ കേട്ടോ. ഒരുപാട് ഉമ്മമാരുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും ഈ രോഗികൾക്ക്. കാരണം ഓരോ ആളുകൾക്ക് അറിയാം, മെഡിക്കൽ കോളേജിൽ കേരളത്തിൽ ഒരുപാട് മെഡിക്കൽ കോളേജിൽ ഇതേപോലെ അന്നത്തിന് വേണ്ടി കാത്തിക്കണ ഒരുപാട് രോഗികളും ആ രോഗികളെ പരിചരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു താങ്ങും തണലായിട്ടാണ് എന്നും ഇതുപോലത്തെ ഒരുപാട് സന്നദ്ധ സംഘടനയിലുള്ള ആളുകൾ ഓരോ നേരത്തെ ഭക്ഷണവും എത്തിക്കണം കേട്ടോ. നമുക്കൊക്കെ അറിയാം ഒരു നേരത്തെ ഭക്ഷണത്തിന് ഓരോ ഹോസ്പിറ്റലുണ്ടാകുന്ന ചിലവും കാര്യങ്ങളൊക്കെ. ഇന്ന് ഇതുപോലെ ഓരോരുത്തർ കൊടുക്കണ ഈ പൊതിച്ചോറാണ് അവരുടെ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഏതായാലും മാഷാ അല്ലാഹ് ഒരുപാട് സന്തോഷം. ഇതുപോലെ സംഘടനകൾ ഒരുപാടുണ്ട് കേട്ടോ. പല മെഡിക്കൽ കോളേജിലും ഉച്ച സമയത്താണെങ്കിലും പകൽ സമയത്താണെങ്കിലും രാത്രിയാണെങ്കിലും ഒക്കെ ഭക്ഷണങ്ങളായിട്ട് കാത്തിക്കുന്നില്ല. ഓർക്ക് എല്ലാവർക്കും പടച്ച തമ്പുരാന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. കാരണം ഒരു നേരത്തെ വിശപ്പെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയില്ല അല്ലേ. എല്ലാവരെയും വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ നല്ല പോലെ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാ ആളുകൾക്കും നല്ല മനസ്സുണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥന. ഇതാണിപ്പോൾ കണ്ണമംഗലം DFIൻ്റെ ആളുകൾ കൊടുക്കുന്ന പൊതിച്ചോറ്. ഇതാ ഓരോരുത്തർ വരിക്കാണ്. ഇതിൽ ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, സാദാ ചോറുണ്ട്. അവൽക്കാർ കൊടുക്കുന്ന ആളുകൾക്ക് അറിയില്ല, ഓരോ വീട്ടിൽ നിന്നാണ് ഇത് പാക്കാക്കി കൊടുത്തിട്ടുള്ളത്. ഓരോ വീടുകൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. കിട്ടുന്നവരെ വയറും നിറയും മനസ്സും നിറയും. പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. ഇതുപോലെ സംഘടനകൾ എന്നും നിലനിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം. ആരുടെ മുന്നിലും തല കുനിക്കാത്ത രീതിയിൽ എന്നും ഇവർക്ക് ഇതിനെ സാധിക്കട്ടെ. ഇവർക്കെന്നല്ല, പൊതിച്ചോറ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും മറ്റെല്ലാവർക്കും സാധിക്കട്ടെ. കയ്യിനനുസരിച്ച് എല്ലാവരും ഉള്ളതിനനുസരിച്ച് പാവപ്പെട്ട സകലമാന സ്ഥലത്തുള്ള മെഡിക്കൽ കോളേജിൽ